ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളിലും സ്ഥാപനങ്ങളിലും സ്വദേശി പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നത് നിർബന്ധമാണെന്ന് തൊഴിൽ മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കി. പാർലമെന്റ് അംഗം ഡോക്ടർ മുനീർ സുരൂറിന്റെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് തൊഴിൽ മന്ത്രി യൂസഫ് ഖലഫ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ വ്യവസായ മേഖലയുടെയും സ്വഭാവം, ലഭ്യമായ ബഹ്റൈനി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്നിവ കണക്കിലെടുത്താണ് പ്രത്യേക സ്വദേശിവൽക്കരണ ക്വാട്ട നിശ്ചയിച്ചിരിക്കുന്നത്. പുതിയ വിദേശ വിസകൾ അനുവദിക്കുന്നതിന് മുമ്പ് 21 ദിവസത്തെ നിർബന്ധിത കാത്തിരിപ്പ് കാലാവധി നിലവിലുണ്ടല്ലോ. ഈ സമയത്തിനുള്ളിൽ തൊഴിലുടമകൾ തങ്ങളുടെ സ്ഥാപനത്തിലെ ഒഴിവുകളെ കുറിച്ച് 7 ദിവസം പ്രാദേശിക പത്രങ്ങളിൽ പരസ്യം നൽകണം. തുടർന്ന് നിലവിൽ രാജ്യത്തുള്ള യോഗ്യരായ സ്വദേശികളെയും വിദേശികളെയും ഇന്റർവ്യൂ ചെയ്യുകയും വേണം. പ്രാദേശികമായി അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാത്ത പക്ഷം മാത്രമേ വിദേശ റിക്രൂട്ട്മെന്റിന് അനുമതി ലഭിക്കൂ. ഓരോ മേഖലയ്ക്കും നിശ്ചയിച്ചിട്ടുള്ള സ്വദേശിവൽക്കരണ നിരക്കുകൾ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി സംവിധാനങ്ങൾ വഴി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മന്ത്രാലയം നിഷ്കർഷിക്കുന്ന ഈ കോട്ട പാലിക്കാത്ത കമ്പനികൾക്ക് ഓരോ വിദേശ വിസയ്ക്കും 500 ദിനാർ വീതം അധിക ഫീസ് ഈടാക്കും. തുക ഒടുക്കുന്നതിന് പുറമെ സർക്കാർ ടെൻഡറുകളിൽ പങ്കെടുക്കണമെങ്കിലും കമ്പനികൾ ഈ സ്വദേശിവൽക്കരണ നിരക്കുകൾ കൃത്യമായി പാലിച്ചിരിക്കണം. വൻകിട കമ്പനികൾക്ക് മാത്രമല്ല, ചെറുകിട ബിസിനസ് മേഖലയ്ക്കും ഈ നിയമങ്ങൾ ബാധകമാക്കിയിട്ടുണ്ട്. 5 അതിൽ കുറവോ വിദേശ തൊഴിലാളികൾ മാത്രമുള്ള ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ പോലും പുതിയ വിദേശ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ സ്വദേശിവൽക്കരണ നിബന്ധനകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്.